ശുശ്രൂഷ നാം നിശ്ചയിച്ച ഉദ്ദേശ സമയത്ത് തന്നെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. എന്നാൽ ധാരാളം പ്രിയപ്പെട്ടവർ ഈ വിവാഹത്തിൽ വിദേശത്തു നിന്നും സഭയുടെ പല ദൗത്യങ്ങൾ ഉത്തരവാദിത്വങ്ങൾ വഹിക്കുന്ന ദൈവദാസന്മാർ നമ്മുടെ നടുവിലുണ്ട്. ഒരു വാക്ക് ആശംസയ്ക്ക് സമയം കൊടുക്കേണ്ടത് ആവശ്യമാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇനി ഈ ഓർപ്പിക്കുന്ന പ്രിയപ്പെട്ടവർ ആശംസാ വാക്കുകൾ നമ്മെ അറിയിക്കും. പാസ്റ്റർ എം. സി. വർഗീസ് എബനേസർ ചർച്ചിന്റെ ദോഹ സഭയെ പ്രതിനിധീകരിച്ച് അദ്ദേഹം ആശംസ അറിയിക്കും. രണ്ടാമതായിട്ട് റവറന്റ് ജോർജ് മാത്യു പുതുപ്പള്ളി, അതിനുശേഷം റവറന്റ് സാജു ജോൺ മർത്തോമ ചർച്ചിന്റെ വികാരിയായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ആശംസ അറിയിക്കും. തോമസ് മാത്യു മൈലപ്ര ഡിസ്ട്രിക്ട് പാസ്റ്റർ ആശംസ അറിയിക്കും. അതിനുശേഷം പിന്നീടുള്ള പേരുകൾ ഇവിടെ ഓർപ്പിക്കുന്നതാണ്. കർത്തദാസന്മാരെ ക്ഷണിക്കുന്നു. Praise the Lord. Praise the Lord. ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച നവദമ്പതികൾ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ, ക്ഷണിക്കപ്പെട്ട് കടന്നു വന്നിരിക്കുന്ന വിശിഷ്ട അതിഥികൾ എല്ലാവർക്കും എന്റെ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. പ്രിയ അനുമോളുടെ മാതൃസഭയെന്ന് വിശേഷിപ്പിക്കാവുന്ന ദോഹ എബനേസർ പെന്തക്കോസ്റ്റൽ അസംബ്ലിയുടെ പ്രതിനിധിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ എനിക്ക് ലഭിച്ച സന്ദർഭത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ അനുമോളുടെ ബാല്യം മുതൽ ഉപരിപഠനാർത്ഥം ഇന്ത്യയിലേക്ക് കടന്നു വരുന്നതുവരെയുള്ളതായ കാലയളവിൽ അവൾ ദോഹയിൽ ജീവിച്ചപ്പോൾ പ്രിയ പൈതലിന് ലഭിക്കേണ്ടതായ ആത്മീയ പോഷണം ലഭിച്ചത് എബനേസർ പെന്തക്കോസ്റ്റൽ അസംബ്ലിയിൽ നിന്നാണ്. അവിടെയുള്ള സെൻട്രൽ സ്കൂളിൽ ദൈവവചനം അഭ്യസിച്ചു. യുവജന മീറ്റിംഗുകളിൽ സംബന്ധിച്ച് തനിക്ക് ലഭിച്ചതായ താലന്തുകളെ ഡെവലപ്പ് ചെയ്തു. അതിലെല്ലാം ഉപരിയായി ആത്മീയ ആരാധനയിൽ ശുഷ്കാന്തിയോടെ കടന്നുവന്ന് സംബന്ധിച്ച് ആവശ്യമെന്ന ആത്മീയ പ്രോത്സാഹന ആത്മീയമായ പക്വതയും പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായി എന്നുള്ളത് പ്രസ്താവ്യമാണ്. ദൈവവചനം ശുശ്രൂഷിച്ചപ്പോൾ കർത്താവിന്റെ ദാസൻ പറഞ്ഞു, കുടുംബജീവിതത്തിൽ അനിവാര്യമായിരിക്കുന്ന രണ്ട് ഘടകം, ഒന്ന് സൗമ്യതയും ശാന്തതയുമാണ്. ഈ അനുമോളെക്കുറിച്ച് എനിക്ക് ഉറച്ചു പറയുവാൻ കഴിയും. ഈ രണ്ട് സ്വഭാവ ഗുണങ്ങളും ഉപരിയായി പക്വതയും ആ പ്രിയ സഹോദരിക്കുണ്ട് എന്നുള്ളത് ഈ സഭയെ സഭയിലെ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ എനിക്ക് പറയുവാൻ വളരെ സന്തോഷമുണ്ട്. ആ പ്രിയ സഹോദരിയുടെ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ തന്റെ പിതാവ് ബ്രദർ ജോയ് ടി ജോർജ് ഞങ്ങളുടെ സഭയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭവനമാണ് അവരുടെ കുടുംബം. കഴിഞ്ഞ ചില വർഷങ്ങളായി സഭയുടെ സെക്രട്ടറിയായി സുദീർഘമായ സേവനം അദ്ദേഹം അനുഷ്ഠിച്ചു വരുന്നു. സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ദോഹയിലുള്ളതായ പൊതുവായ വേദികളിൽ താൻ കടന്നുപോയി സഭയെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളത് സന്തോഷത്തോടെ പ്രസ്താവിക്കട്ടെ. സഭയുടെ ആത്മീയവും ഭൗതികമായ എല്ലാ കാര്യങ്ങളിലും സജീവമായി ഇടപെട്ടുകൊണ്ട് സഭയ്ക്ക് വേണ്ടതായ ആത്മീയവും ഭൗതികമായ പ്രോത്സാഹനങ്ങൾ നൽകി ആ സഭയ്ക്ക് ഒരു അനുഗ്രഹമായി ആ കുടുംബം ഇരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഞാൻ അറിയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഡോക്ടർ ലിനെ കുറിച്ച് ഇത്രമാത്രം ആധികാരികമായി പറയുവാൻ തക്കണം അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് പരിചയമില്ല എങ്കിലും അദ്ദേഹത്തിന്റെ പിതാവുമായിട്ട് എനിക്ക് നല്ല ആത്മീയ ബന്ധമുണ്ട്. ഞാൻ ദോഹയിൽ കടന്നു ചെന്ന നാൾ മുതൽ പരിചയപ്പെടുവാനും അനേക സന്ദർഭങ്ങളിൽ ഒന്നിച്ചാരാധിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയായിട്ടുണ്ട്. അവിടെ ഞാനായിരുന്ന സമയത്ത് CGPFന്റെ ഒരു ടേം പ്രസിഡന്റായി ഞാൻ സേവനം അനുഷ്ഠിക്കുമ്പോൾ എനിക്ക് ഏറ്റവും അധികം പ്രോത്സാഹനവും കൈത്താങ്ങലും തന്ന ഒരു ദൈവദാസനാണ് ഞങ്ങളെല്ലാം സ്നേഹത്തോടെ വിളിക്കുന്ന ഞങ്ങളുടെ ലാലു പാസ്റ്റർ. ആ പ്രിയ ഭവനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രണ്ട് ആത്മീയ പാരമ്പര്യമുള്ളതായ ഭവനങ്ങളിൽ നിന്ന് കടന്നുവന്ന് കൂട്ടിച്ചേർക്കപ്പെട്ടതായ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതം ധന്യമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ശ്രീഭണ്ഡാരം തുറന്ന് എല്ലാവിധത്തിലുമുള്ളതായ
അനുഗ്രഹങ്ങൾ പ്രിയ കുഞ്ഞുങ്ങളുടെ മേൽ വർഷിപ്പിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അവർക്ക് വേണ്ടതായ ആയുസ്സും ആരോഗ്യവും ധനവും മാനവും പുത്രസമ്പത്തും എല്ലാം നൽകി ദൈവം അവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എബനേസർ പെന്തക്കോസ്റ്റൽ അസംബ്ലിയുടെ പേരിലും എന്റെയും എന്റെ കുടുംബത്തിന്റെയും പേരിലുള്ളതായ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മംഗളത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളൊക്കെയും വളരെ സ്നേഹത്തോടെ ലാലു പാസ്റ്റർ എന്ന് വിളിക്കുന്ന പാസ്റ്റർ ജോർജ് ഇബ്രഹാമുമായി ഏകദേശം 20 വർഷത്തെ ബന്ധം എനിക്കുണ്ട്. എന്നെ ഒരു പരിചയമില്ലാതിരുന്ന സമയത്ത് അദ്ദേഹമാണ് ഞാൻ വിശ്വാസത്തിൽ വന്ന ആ വേളയിൽ വിസയെടുത്ത് ദോഹയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ കൺവെൻഷൻ പ്രോഗ്രാമുകൾ ക്രമീകരിക്കുകയും അദ്ദേഹത്തിന്റെ ഭവനത്തിൽ താമസിക്കുവാനുള്ള അവസരമെല്ലാം ഒരുക്കിത്തന്നത്. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് കസിനെ കോ ബ്രദറിനെ എന്റെ ഭാര്യയുടെ അനുജത്തി വിവാഹം കഴിച്ച് അങ്ങനെ ഭൗതികമായൊരു ബന്ധവും ഉണ്ടാകുവാനായിട്ടിടയായി. പ്രിയ ലാലു പാസ്റ്ററെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒറ്റവാചകത്തിൽ പറയുകയാണെങ്കിൽ ദൈവത്തെയും ദൈവസഭയെയും ദൈവമക്കളെയും വളരെയധികം സ്നേഹിക്കുന്ന, തന്റെ ബിസിനസിനോട് ചേർന്ന് കർത്താവിന് വേണ്ടി വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഭക്തനായ ദൈവദാസനാണ്. പ്രിയ വത്സമ്മ സഹോദരിയും ഒത്തിരി ഹോസ്പിറ്റാലിറ്റിയുള്ള അതിഥി സൽക്കാരപ്രിയയായ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസിയാണ്. അവരുടെ 3 ആൺമക്കളും വളരെ സാക്ഷ്യമുള്ള മാതൃകയുള്ള യുവാക്കളാണ്. അവരുടെ മൂത്തമകനായ ഡോക്ടർ ലെനിന്റെ വിവാഹത്തിൽ കുടുംബമായി സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രിയ അനുവിനെക്കുറിച്ചും അവരുടെ ദൈവദാസനിലൂടെ കേട്ടതനുസരിച്ച് വളരെ സാക്ഷ്യമുള്ള മാതാപിതാക്കളുടെ മകളായി ജനിച്ച് വളർത്തപ്പെട്ടു. വളരെ സാക്ഷ്യമുള്ള നിലവാരം പുലർത്തുന്ന ഒരു പെൺകുട്ടിയാണ്. അവർക്ക് എല്ലാവിധമായ ആശംസകളും ഞാൻ നേരുകയാണ്. ചില മാസങ്ങൾക്ക് മുമ്പ് യെരുശലേമിൽ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു എസ്സേ കോമ്പറ്റീഷൻ ലേഖന മത്സരം നടക്കുകയുണ്ടായി. 10 പേജുള്ള ലേഖനം, ഏറ്റവും അധികം കൂടുതൽ എഴുതാവുന്ന 10 പേജാണ്. അങ്ങനെയുള്ള ലേഖന മത്സരത്തിൽ അനേക വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ചിലർ 10 പേജുള്ള ലേഖനം എഴുതി, ചിലർ 8 പേജ്, 6 പേജ്, അങ്ങനെ അനേക കുട്ടികൾ ആ ലേഖന മത്സരത്തിൽ പങ്കെടുത്തു. ആ ലേഖന മത്സരത്തിന്റെ വിഷയം കാനാവിലെ കല്യാണത്തിന് കർത്താവായ യേശു ചെയ്ത അത്ഭുതത്തെ ഏറ്റവും മനോഹരമായ ഭാഷയിൽ വർണ്ണിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ 1ാം സമ്മാനം ലഭിച്ചത് നമ്മുടെ കർത്താവിന്റെ നാടായ നസ്രത്തിൽ ജനിച്ചു വളർന്ന എസ്തേർ നഥാൻ എന്ന് പറഞ്ഞ 10 വയസ്സുള്ള ഒരു പെൺകുട്ടിക്കാണ്. 10 പേജ് ഉള്ള ലേഖനം എഴുതി എല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ട് അവർക്ക് 1ാം സമ്മാനം ലഭിച്ച ലേഖനത്തിന് ഉണ്ടായിരുന്നത് ഒരു ചെറിയ വാചകം മാത്രമായിരുന്നു. അവൾ എഴുതിയ വാചകം ഇങ്ങനെയാണ്: സൃഷ്ടാവായ യേശു സൃഷ്ടിയായ വെള്ളത്തെ നോക്കി പുഞ്ചിരിച്ചപ്പോൾ നിറവും മണവും ഗുണവും രുചിയും ഒന്നുമില്ലാതിരുന്ന വെള്ളം നിറവും മണവും രുചിയും ഗന്ധവും ലഹരിയുമുള്ള പുതുവീഞ്ഞായി മാറി അനേകരെ സംതൃപ്തരാക്കി എന്നുള്ള ആ ഒരൊറ്റ വാചകത്തിനാണ് സമ്മാനം ലഭിച്ചത്. എനിക്കിവിടെ പറയുവാനായിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ കർത്താവായ യേശുവിന്റെ സാന്നിധ്യം കാനാവിലെ കർത്താവ് സഹായിക്കട്ടെ. ചിലർ കൂടെ ആശംസകൾ അറിയിക്കാനുണ്ട്. വാക്കുകൾ പരിമിതപ്പെടുത്തി ആശംസ അറിയിപ്പാൻ ഓർപ്പിക്കുന്നു. സ്തോത്രം. ഇന്ന് കുടുംബജീവിതത്തിന്റെ ധന്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ലെനിനെയും അനുവിനെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. എന്റെ മാതൃ സഹോദരിയുടെ മകനാണ് ലെനിൻ. ഈ കുടുംബം, പ്രത്യേകിച്ച് ലെനിൻ, വളരെ ചെറുപ്പം മുതൽ കാണാനും അറിയുവാനും സാധിച്ചതിൽ നിന്ന് ഇന്നിവിടെ സൂചിപ്പിച്ചതായ നല്ല ഗുണങ്ങളുടെയൊക്കെ വക്താവായി അന്നും ഇന്നും ഒക്കെ